Hello, good afternoon. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീക്കിൽ കീമിൽ +1 ഫിസിക്സ് യൂണിറ്റ് 5 അതായത് മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് എ പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി ഓക്കെ ഈ ഒരു യൂണിറ്റിലുള്ള ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലിയൊരു യൂണിറ്റ് ആണ്. നമുക്ക് കുറേ ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതിൽ നമ്മൾ പാർട്ട് 1, 2, 3, 4 അങ്ങനെ പല പാർട്ടുകളായിട്ടാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഒരു റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബോഡി വിത്ത് എ പെർഫെക്റ്റ്ലി ഡെഫിനറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ്. ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ടാകും, അതുപോലെ തന്നെ അൺചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉള്ള ഒരു ബോഡിനെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ രണ്ട് പെയേഴ്സ് ഒരു പെയേഴ്സ് ഓഫ് പാർട്ടിക്കിളുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലുള്ള ബോഡീസ് അല്ലെങ്കിൽ റിജിഡ് ബോഡിന്റെ എന്ന് പറയുന്നത് ചേഞ്ച് ആവില്ല. ഓക്കെ, സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പെയേഴ്സ് ഓഫ് ദ പാർട്ടിക്കിൾസ്, ആ ഒരു റിജിഡ് ബോഡിയുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പെയേഴ്സ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നോട്ട് ചേഞ്ച് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഒരു സ്ലൈഡിംഗ് മോഷൻ ഓഫ് എ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ്, ഇതാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു സ്ലൈഡിംഗ് മോഷൻ ഓഫ് എ ബ്ലോക്ക്, ഈ ഒരു ബ്ലോക്ക് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന ഒരു ഫിഗറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് പൊസിഷനാണ്, ഇൻക്ലൈൻഡ് ഒരു ഫിഗർ പ്ലെയിനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം P1 നിന്ന് P2 ആ ഒരു മോഷനിൽ എങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ഓൾ ദ പാർട്ടിക്കിൾസ് ഓഫ് ബ്ലോക്ക് ആർ മൂവിങ് വിത്ത് ടുഗെദർ, അല്ലെ? അതിലുണ്ടാവുന്ന ആ ഒരു ബ്ലോക്കിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്, അല്ലെ? സോ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ഏതൊരു ടൈം ഇൻസ്റ്റന്റിലും അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ആ ഒരു ബോഡിയുടെ. ഓക്കെ, ആ പ്യൂർ ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ ഓൾ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി ഹാവ് സെയിം വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അപ്പൊ അതൊരു പ്യൂർലി ഒരു ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ലൈഡിംഗ് മോഷൻ ആണെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസും ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാ പാർട്ടിക്കിളുടെയും വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഏതൊരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ബോഡിയുടെ എല്ലാ പാർട്ടിക്കിളുകളുടെയും വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അതൊരു റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ സ്ലൈഡിംഗ് മോഷൻ ആണ് നമ്മൾ പറഞ്ഞത്, ഇതൊരു റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അലോങ് വിച്ച് എ ബോഡി ഈസ് ഫിക്സ്ഡ് ഇറ്റ്സ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അല്ലെ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരു ബോഡി നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഒരു റൊട്ടേഷണൽ മോഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ ആ ഒരു ബോഡി ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയാം. ആ ഒരു ആക്സിസിൽ ആ ഒരു റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അതിന് നമുക്ക് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസും ആ ഒരു ബോഡിയുടെ എല്ലാ പാർട്ടിക്കിൾസും എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സർക്കിൾ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, അല്ലെ? ഒരു റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഇതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ ഒരു പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ആക്സിസ് ആയിരിക്കും. ആ ഒരു ആക്സിസിന് ആ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേപോലെ തന്നെ അതിന്റെ സെന്റർ ഓൺ ദ ആക്സിസ് ഓഫ് റൊട്ടേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു റിജിഡ് ബോഡിയുടെ എല്ലാ പാർട്ടിക്കിൾസും ആ ഒരു സെന്റർ ഓഫ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഒരു സർക്കിളിലായിരിക്കും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വിച്ച് ലൈസ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. അപ്പൊ അത് കിടക്കുന്ന ആ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേപോലെ തന്നെ ഇറ്റ് സെന്റർ ഓൺ ദ ആക്സിസ് ഓഫ് റൊട്ടേഷനിലായിരിക്കും. സെന്റർ ഓൺ ദ ആക്സിസിനും ഈ പറയുന്ന ആക്സിസിനും ആ ഒരു പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി the rotation of a rigid body about z axis is shown in the figure. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഒരു ഫിഗർ കാണുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് ഓരോ ബോഡിയുടെ P1 P2 ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സർക്കിൾ ആയിരിക്കും. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് C1 C2 ആക്സിസിലായിരിക്കും അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് R1 R2 ആണ്. അതെന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് P1 P2 പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ആ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു P3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റിമൈൻ സ്റ്റേഷനറി ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഫിഗർ നോക്കൂ. എനിക്ക് P1 P2 എന്ന് പറയുന്നത് ആ ഒരു C1 C2 രണ്ട് ബോഡിയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സെന്റർ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് Z-ലാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ C1 അതായത് ഒരു ഫസ്റ്റ് പാർട്ടിക്കിൾ P1 എന്ന് പറയുന്നത് R1 ഡിസ്റ്റൻസിൽ R1 റേഡിയസിൽ C1 സെന്ററിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു പാർട്ടിക്കിൾ P2 എന്ന് പറയുന്നത് എങ്ങനെയാണ്? R2 ഡിസ്റ്റൻസിൽ C2 സെന്ററിൽ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഫിഗർ ആണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഈ സം കേസസ് ഓഫ് റൊട്ടേഷനിൽ എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിക്സ്ഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഒരു ടോപ്പ് സ്പിന്നിങ്, അപ്പൊ നമുക്ക് ആക്സിസ് എന്ന് പറയുമ്പോൾ ഒരു പമ്പരം, അല്ലെ? ടോപ്പ് എന്ന് പറയുന്നത് ഒരു പമ്പരം കറക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടോപ്പ് സ്പിന്നിങ് പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിരിക്കും, ഒരു സ്ഥലത്ത് മാത്രം നിന്നായിരിക്കും, അല്ലാതെ ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഈ പറയുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിക്സ്ഡ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പമ്പരത്തിന്റെ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. when the axis of spinning top moves around a vertical through its point of contact with the ground,
sweeping out of a cone and shown in the figure. This movement of axis of the top around the vertical is termed as precession. Okay, അപ്പോൾ ആ ഒരു പമ്പരം അതിന്റെ ആക്സിസ് ഓഫ് ദ ടോപ്പിൽ ആ ഒരു വെർട്ടിക്കലിന് അറൗണ്ട് ആയിട്ട് ആ ഒരു ആക്സിസ് ഓഫ് ടോപ്പിൽ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രിസിഷൻ. ഒരു പമ്പരം കറക്കുന്നതിനെയാണ് നമ്മൾ ആ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, പ്രിസിഷനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു റിജിഡ് ബോഡിയുടെ മോഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് പിവറ്റഡ് ഓർ ഫിക്സ്ഡ് ഇൻ സം വേ ഈസ് either a pure translation or combination of translation and the rotation. അപ്പോൾ റിജിഡ് ബോഡിയുടെ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിക്സ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ചില കേസസിൽ എങ്ങനെയായിരിക്കും, ഒരു പ്യുവർ ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷനിലൊക്കെ നമുക്ക് ഫിക്സ്ഡ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ചില സമയത്ത് ചില വേരിയേഷൻസ് വരുന്നുണ്ടാവും. അപ്പോൾ ദ മോഷൻ ഓഫ് റിജിഡ് ബോഡി വിച്ച് ഈസ് പിവറ്റഡ് ഓർ ഫിക്സ്ഡ് ഇൻ സം വേസ് ഇസ് റൊട്ടേഷൻ. അപ്പൊ ചില വേസിൽ അത് ഫിക്സ്ഡ് ആയിരിക്കും, ചിലതിൽ എങ്ങനെയായിരിക്കും, ഫിക്സ്ഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ഒരു റിജിഡ് ബോഡിയുടെ കേസസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് ദ റൊട്ടേഷൻ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫിഗറിൽ ഒരു ട്രാൻസ്ലേഷനും ഒരു റിജിഡ് ബോഡിയുടെ മോഷനാണ് കാണിക്കുന്നത്. അവിടെ നമുക്കൊരു റൊട്ടേഷനും വരുന്നുണ്ട്, ഒരു ട്രാൻസ്ലേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു കേസസ് എന്ന് പറയുന്നത് ഓരോ പാർട്ടിക്കിളുടെയും വെലോസിറ്റി എന്ന് പറയുന്നത് വെച്ചാൽ ഈക്വൽ ആണ്. ഓക്കെ, ഈ ഒരു പാർട്ടിക്കിള് 1, 2, 3 മൂന്ന് പാർട്ടിക്കിളുടെയും വെലോസിറ്റി ആൽഫ 1 is equal to ആൽഫ 2 is equal to ആൽഫ 3 ആണ്. എന്നാൽ ഇവിടെ നോക്കൂ, നമുക്ക് ആൽഫ 1, ആൽഫ 2, ആൽഫ 3 എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ നമുക്ക് ആ ഒരു റൊട്ടേഷൻ ഓഫ് റിജിഡ് ബോഡി തന്നെ കാണിക്കുന്നത്, ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ റൊട്ടേഷനാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ വെലോസിറ്റി ഓയും പിയും, അതായത് ഈ പറയുന്ന ഒ അതുപോലെ തന്നെ പി എന്ന് പറയുന്ന ഓരോന്നിന്റെയും ഒ പി വെലോസിറ്റീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സോ ആൽഫ 1 നോട്ട് ഈക്വൽ ടു ആൽഫ 2 നോട്ട് ഈക്വൽ ടു ആൽഫ 3 ആണ് വരുന്നത്. ഓക്കെ, ഈ ഒരു കേസസിൽ മൂന്ന് വെലോസിറ്റിയും സെയിം ആയിരിക്കും, ഈ കേസസിൽ മൂന്ന് വെലോസിറ്റിയും ദേ ആർ നോട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് സെന്റർ ഓഫ് മാസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, the center of mass of a system of particle is the point where. അപ്പോൾ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ്, ഒരു പാർട്ടിക്കിളിലുള്ള ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, all the mass of the system is concentrated. ആ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എല്ലാ സിസ്റ്റത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഇതിന്റെയും മാസസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സസും നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു കേസസിലായിരിക്കും നമുക്ക് സെന്റർ ഓഫ് മാസസ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ കേസസിൽ നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ സെന്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം, 2 പാർട്ടിക്കിൾ ഉള്ള ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഫിഗറിലാണ് നമ്മൾ പറയുന്നത് 2 മാസസ് ഉള്ള പാർട്ടിക്കിൾസ്, മാസ് 1 ഉള്ളത് m1 ആൻഡ് m2 എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, d ഡിസ്റ്റൻസിലാണ് അല്ലെ. 2 പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഒറിജിൻ കോയിൻസൈഡ് വിത്ത് സെയിം. അപ്പൊ ഈ ഒരു ഒറിജിനിലാണ് ഈ പറയുന്ന സെന്റർ ഓഫ് മാസ് ഓഫ് ഫസ്റ്റ് ബോഡി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റർ ഓഫ് മാസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. സോ xcm ദാറ്റ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ xcm എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ xcm is equal to m2 by m1 plus m2 into d വരും. ഓക്കെ, this is the position of the center of mass of these two particles. അപ്പൊ xcm is equal to m2 by m1 plus m2 into d വരും. ഓക്കെ, ഇപ്പോ in the given figure നമുക്ക് വേറൊരു ഫിഗർ നമുക്ക് പറയുന്നത് the coordinate system has been shifted leftward. ഓക്കെ, അപ്പൊ ഈ ഒരു കോർഡിനേറ്റ് നോക്കൂ, കുറച്ച് മുമ്പത്തേൽ എങ്ങനെയായിരുന്നു, m1 എന്ന് പറയുന്നത് എന്റെ ഈ ഒരു സെന്റർ പൊസിഷനിലാണ് ഇത് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഈ കോർഡിനേറ്റ് കുറച്ചൊന്ന് നീക്കിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വരുന്ന സെന്റർ ഓഫ് മാസ് എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ xcm is equal to m1 x1 plus m2 x2 by m1 plus m2. ഓക്കെ, അപ്പൊ m1 x1 എന്ന് പറഞ്ഞാൽ x1 ഡിസ്റ്റൻസിലാണ് എന്നെ m1 മൂവ് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ x2 ഡിസ്റ്റൻസിലാണ് m2 മൂവ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ 2 ഡിസ്റ്റൻസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ xcm is equal to m1 x1 plus m2 x2 by m1 plus m2 ആണ് വരുന്നത്. ഇനി നമ്മൾ n പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് നോക്കുകയാണെങ്കിൽ അപ്പൊ m1 m2 m3 up to mn എന്ന് പറയുന്നതാണ് മാസസ്. പൊസിഷൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത് r1 r2 r3 up to rn ആണ്. അവയുടെ കോർഡിനേറ്റ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ rcm is equal to m1 r1 plus m2 r2 plus up to mn r1 divided by m1 plus m2 up to mn വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സമ്മേഷൻ ഫോമിൽ എഴുതുകയാണെങ്കിൽ സമ്മേഷൻ i is equal to 1 to n mi ആണ് mi ri divided by total number of mass that is m ആണ്. ഓക്കെ, m എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്.
ഇനി കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓരോ കോർഡിനേറ്റിൽ വരുന്നത് xcm is equal to summation I is equal to 1 to n mi xi by m വരും. ഓരോ കോർഡിനേറ്റ്, ഇപ്പോൾ ഇത് x കോർഡിനേറ്റിലാണെങ്കിൽ, y കോർഡിനേറ്റിലാണെങ്കിൽ എന്ത് വരും? ycm is equal to summation I is equal to 1 to n mi ya by m വരും. z കോർഡിനേറ്റിലാണെങ്കിൽ zi വരും നമുക്ക് ഇവിടെ അല്ലെ. summation I is equal to 1 to n mi zi by m എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ഓരോ കോർഡിനേറ്റിൽ വരുന്ന സെന്റർ ഓഫ് മാസസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തത് സെന്റർ ഓഫ് മാസ് ഓഫ് റിജിഡ് ബോഡി, അതല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോളിഡ് ബോഡീസ് contains so many particles that we can treat them as continuous distribution of mass. ഓക്കെ, അപ്പോൾ ഒരു സോളിഡ് ബോഡിയിൽ നമുക്ക് ഒരുപാട് പാർട്ടിക്കിൾസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവയെ എന്ത് പറയാം? ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, സോ ദ പാർട്ടിക്കിൾസ് then become differential mass element dm. The sum becomes integral and the coordinates of the center of mass are given. അപ്പോൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡിഫറൻഷ്യൽ മാസ് dm ആയിരിക്കും, dm എലമെന്റ് ആയിരിക്കും. സം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇന്റഗ്രൽ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോർഡിനേറ്റിന്റെ സെന്റർ ഓഫ് മാസ് എന്താന്ന് നോക്കൂ. xcm is equal to 1 by m integral xdm എന്ന് വരും. ഇന്റഗ്രൽ ആകും നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് കോർഡിനേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ycm എന്ന് പറയുമ്പോൾ 1 by m into integral ydm എന്ന് വരും. zcm is equal to 1 by m into integral zdm. ഈ 1 by m എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്റഗ്രലിന് പുറത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓരോ കോർഡിനേറ്റിലും വരുന്നത് ഇങ്ങനെയാണ്. അടുത്തതാണ് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എങ്ങനെ നോക്കാം. കൺസിഡർ എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ് ഇൻ സ്പേസ്. സ്പേസിൽ ഉണ്ടാകുന്ന n പാർട്ടിക്കിൾസിനെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ദ പാർട്ടിക്കിൾ മാസസ് എന്തൊക്കെയാണ്? m1 m2 m3. അതുപോലെ പൊസിഷൻ r1 r2 r3 ആണ്. r എന്ന് പറയുന്നത് അതിന്റെ പൊസിഷൻ വെക്ടർ ആണ്. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ആണ് r എന്ന് പറയുന്നത്, ക്യാപിറ്റൽ R. അപ്പോൾ mr that is equal to m1 r1 plus m2 r2 plus m3 r plus etc mn r എന്ന് വരും അല്ലെ. അപ്പൊ m എന്ന് പറയുന്നത് മാസ്, ടോട്ടൽ മാസും, r എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസും ആണ്. അപ്പൊ ഇതിനെ നമ്മൾ t ടൈമിൽ, അതായത് ടൈം t ക്ക് വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? m into d rcm by dt that is equal to r നെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. m1 dr1 by dt plus m2 dr2 by dt up to mn drn by dt എന്ന് വരും അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു r നമ്പർ ഒരു സ്പേസിൽ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്. അപ്പൊ നമുക്ക് അവിടെ m1 m2 m3 m4 mn എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് മാസസ് ഉള്ള ഒരു സിസ്റ്റം ആണ്. അപ്പോൾ ഓരോന്ന് r1 r2 r3 എന്ന് പറഞ്ഞാൽ നമുക്ക് rn വരെ വരുന്നുണ്ട്. അതിന്റെയാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നുണ്ട്. ദെൻ r എന്ന് പറയുന്നതിന് rc എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ vc എന്ന് പറയുന്നത് എന്താണ്? d rcm by dt ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വെലോസിറ്റി ഓഫ് ദ സെന്റർ മാസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ഒരു d rcm by dt ക്ക് വരെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? vc എന്ന് കൊടുക്കാം. സോ m into vcm that is equal to m1 into, ഇപ്പോൾ dr1 by dt ക്ക് വരും v വരും അല്ലെ, v1 എന്ന് വരും. അതുപോലെ തന്നെ m2 into dv2 by dt plus mn etc mn into dvn by dt എന്ന് വരും. ഓക്കെ, നമ്മൾ വെലോസിറ്റിയുടെ ടേംസിലേക്ക് മാറ്റിയിരിക്കും. അപ്പൊ നോക്കൂ, acm is equal to dvcm by dt is the acceleration of center of mass. അപ്പൊ acm എന്ന് പറയുന്നത് എന്താണ്? acceleration of center of mass. So m into acm equal to m1 a1 plus m2 a2 plus mn am അല്ലെ. അപ്പൊ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, m1 ma into mass into acceleration. അപ്പൊ നമുക്ക് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ലോ എന്ത് വരും? m into mass into acceleration എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആണ്, നമുക്ക് അറിയുന്നതാണ്. So m acm that is equal to f1 plus f2 plus up to fn വരും. അപ്പൊ നമുക്ക് നമ്മുടെ ഫോഴ്സ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അതേപോലെ തന്നെ there are some internal forces acting on each particles. അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിലും അതിൻ്റെതായ എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഇന്റേണൽ ഫോഴ്സസും ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷേ എക്സ്റ്റേണൽ ഫോഴ്സസ് ആയിരിക്കും നമുക്ക് ആ ഒരു സെന്റർ ഓഫ് മാസിന് വരുന്ന കോൺട്രിബ്യൂഷൻ, കൂടുതലായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് പറയാം? m ആക്സിലറേഷൻ അല്ലെങ്കിൽ ആ ഒരു മാസ് ഓഫ് ആക്സിലറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഫോഴ്സ് എക്സ്റ്റേണൽ ആണെന്ന് നമുക്ക് പറയാം. ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്, ബട്ട് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ the center of mass of a system of particles moves as if all the masses of the system was concentrated at the center of mass and all the external forces were applied on it. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു സെന്റർ ഓഫ് മാസിന്റെ രണ്ട് പോയിന്റുകൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് അല്ലെ. അതെന്താണ് പറഞ്ഞത്? അപ്പൊ ആ ഒരു പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ മാസസ് ഓഫ് ദ സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാസസും അതിന്റെ സെന്റർ ഓഫ് മാസസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് രണ്ട് പോയിന്റ് ആയിട്ട് ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. ഓക്കെ,
Then the center of mass of the fragment of the projectile continues along the same parabolic path with it would be have followed if there were no explosion. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലോഷൻ ഒന്നും തന്നെ ഇല്ലെങ്കിൽ എന്താണ് അത് ആ ഒരു പാത്തിൽ തന്നെ ഫോളോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, ഒരു ആക്സിസ് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. അപ്പൊ നമ്മളിതിൽ ഒരു പാരബോളിക് പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു മൂവ്മെന്റ് വന്ന് എക്സ്പ്ലോഷൻ ഉണ്ടെങ്കിൽ x1 എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും, അതില്ലെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും, കറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. സോ ദ പാത്ത് ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ഫ്രാഗ്മെന്റ് ആണ് നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗറിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് ലീനിയർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് എ പാർട്ടിക്കിൾ. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ലീനിയർ മൊമെന്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ ദ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ് p is equal to ലീനിയർ മൊമെന്റം p is equal to എന്താണ് p1 plus p2 plus p3 up to pn ആണ്. ഓക്കെ, അപ്പോൾ mvcm is equal to ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. m1 v1 plus m2 v2 plus m3 v3 is equal to etc mn vn ആണ്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ലീനിയർ മൊമെന്റം, ദാറ്റ് ഈസ് dp by dt എന്ന് പറഞ്ഞാൽ എന്താണ് m into dvcm by dt, that is equal to ഈ dvcm by dt എന്ന് പറഞ്ഞാൽ എന്താണ് m acm ആണ്, that is equal to f external ആണ്. if force external is equal to 0 ആണെങ്കിൽ നമുക്ക് വരുന്ന ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് dp by dt is equal to 0, that is p എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, എന്നാലാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 0 കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ലീനിയർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ ആണെന്നാണ് പറയുന്നത്. If the total external forces acting on the system എന്ന് പറയുന്നത് എന്തായിരിക്കും 0, that is അതാണ് നമ്മൾ f external is equal to 0 എന്ന് പറയുന്നത്. So the center of mass moves with a constant velocity ആയിരിക്കും. Okay, for example പറയുകയാണ്, a heavy nucleus Ra split into lighter nucleus Rn and an alpha particle He. The cm of the system in uniform motion. Center of mass of the system എന്ന് പറയുന്നത് ഒരു യൂണിഫോം മോഷൻ. ഈ ഒരു ഫിഗറിൽ നോക്കൂ, Ra എന്ന് പറയുന്ന ഒരു ഹെവി ന്യൂക്ലിയസ് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ Rn ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ആൽഫ പാർട്ടിക്കിൾ He ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം മോഷനിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഫിഗറിലാണ് the same splitting of the heavy nucleus Ra with the center of masses at rest. Okay, അപ്പോൾ center of masses in the same splitting ആണെങ്കിൽ അതൊരു റെസ്റ്റിലായിരിക്കും. So the two particles fly back to back. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസും ഫ്ലൈ ബാക്ക് ടു ബാക്കിലേക്കായിരിക്കും തിരിച്ചു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് വെക്റ്റർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. നമുക്ക് അറിയുന്ന ടോപ്പിക് ആണ്, ഒന്നും കൂടി പറയാം. ഓക്കെ, ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്, എയും ബിയും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, ഇപ്പൊ നോക്കൂ, എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, തീറ്റയാണ്. ഓക്കെ, നോക്കൂ, ലെറ്റ് എ എന്ന് പറയുന്നത് എന്താണ് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പാൻഷൻ കൊടുത്തിരിക്കുകയാണ്, മൂന്ന് ആക്സിസിലും വരുമല്ലോ. ബി എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി കെ ആണ്. ഓക്കെ, വെക്ടർ ആണ്. അപ്പൊ അതിന്റെ വെക്ടർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു, അതായത് എ ബി സൈൻ തീറ്റ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ യൂണിറ്റ് വെക്ടർ ആണ് അല്ലെ. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബിയിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ആണ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി ഈസ് ദ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ആണ്. We can understand this using right hand thumb rule. Right hand thumb rule യൂസ് ചെയ്ത് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ എങ്ങനെയാണെന്ന്. That is, curl the fingers in the plane of vector from A to B. Then the thumb indicates the direction of A cross B. Thumb എന്ന് പറയുന്നത് എന്താണ്, direction of A cross B. ഇതാണ് നമുക്ക് കാണിക്കുന്ന ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി upward to the plane A and B is shown in figure. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് A cross B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പത്തെ ഫിഗറിൽ കണ്ട പോലെ A cross B എന്ന് പറഞ്ഞിട്ട് അതായത് A വെക്ടറും ഉണ്ട്, B വെക്ടറും ഉണ്ട്. ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ തമ്പാണ് നമുക്ക് വരുന്ന A cross B എന്ന് പറയുന്നത്. ഓക്കെ, for 3 unit vectors I, J, K along 3 axes. ഓക്കെ, മൂന്ന് ആക്സിസിൽ വരുന്ന I, J, K എങ്ങനെ നോക്കാം. I is equal to J is equal to K, that is equal to 1 ആണ്. ഓക്കെ, അപ്പൊ I cross J is equal to എന്ത് വരും, 1 cross 1 into sin 90 K വരും. sin 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് വരുന്ന റിസൾട്ട് K ആണ്. അതേപോലെ J cross K is equal to 1 into sin 90 I വരും, that is equal to I വരുന്നുണ്ട്. അതേപോലെ K cross I is equal to 1 into sin 90 into J വരും, that is J വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് അതുപോലെ തന്നെ I cross I is equal to J cross J is equal to K cross K is equal to 0. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ,
In short, for cyclic order ആണെങ്കിൽ I cross A. Okay, അപ്പോൾ നമ്മൾ പറയുന്ന ഒരു സൈക്ലിക് ഓർഡർ ആണെങ്കിൽ നമുക്ക് എന്ത് വരും? I cross J is equal to K വരും. അതുപോലെ തന്നെ J cross K is equal to I വരും. അതുപോലെ K cross I is equal to J വരും. Okay, ഇതെന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ഓർഡറിനാണ്. Okay. If suppose it is an anti-cyclic order ആണെങ്കിൽ I cross K എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് J ആയിരിക്കും. അതുപോലെ J cross I എന്ന് പറയുന്നത് മൈനസ് K. Then K cross J is equal to മൈനസ് I എന്നാണ് വരുന്നത്. Okay. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു A cross B യുടെ ഒരു കോമ്പണന്റ് ഫോം നോക്കാം. കാൽക്കുലേഷൻ ഓഫ് A cross B ഇൻ കോമ്പണന്റ് ഫോം ആണ്. സോ A cross B is equal to നമ്മൾ പറഞ്ഞു A എന്ന് പറഞ്ഞാൽ എന്താണ്? AXI plus AYJ plus AZK ആണ്. അതേ ഇൻറ്റു B എന്ന് പറഞ്ഞാൽ എന്താണ്? BXI plus BYJ plus BZK ആണ്. അപ്പോൾ ഇത് നമുക്ക് വരുന്ന ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? AYBZ minus AZBY into I minus AXBZ minus AZBX into J plus AXBY minus AYBXK വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ഫൈനൽ കാൽക്കുലേഷൻ ഓഫ് കോമ്പണന്റ് ഫോം ഇൻ A cross B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് 5th യൂണിറ്റിലുള്ള ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.